മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് അനുമതിയായി. ഏറെക്കാലമായി ഭാരതം കാത്തിരുന്ന വിധിയാണ് US സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കീഴ്ക്കോടതി ഉത്തരവിനെതിരെ റാണ നൽകിയ അപ്പീൽ ഹർജി തള്ളിയാണ് നിർണായക ഉത്തരവ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരൻ തഹാവൂർ റാണ. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായത്. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണയുടെ നിയമപരമായ അവസാന അവസരമായിരുന്നു ഇത്. എന്നാൽ സുപ്രീം കോടതിയും ഹർജി തള്ളിയതോടെ റാണയെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറിയേക്കും. 2 രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യുക. നേരത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ US കോടതി ഓഫ് അപ്പീൽസ് ഫോർ ദി നോർത്ത് സർക്യൂട്ട് ഉൾപ്പെടെ നിരവധി ഫെഡറൽ കോടതികളിൽ നടന്ന നിയമയുദ്ധത്തിൽ റാണ പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ കീഴ്ക്കോടതിയിൽ നിന്നും പ്രതികൂല വിധിയുണ്ടായതിനെ തുടർന്ന് റാണ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിനു ശേഷമാണ് US സുപ്രീം കോടതി ഈ ഹർജി തള്ളിയത്. റാണ ഗൂഢാലോചന നടത്തിയെന്നും ഭീകരർക്ക് സഹായം നൽകിയെന്നുമാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ ആർമിയിലെ മുൻ ഡോക്ടറായ റാണ 1990കളിൽ കാനഡയിലേക്ക് താമസം മാറുകയും അവിടെ പൗരത്വം സ്വീകരിക്കുകയുമായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറി. നിലവിൽ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിലാണ് റാണ. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരന്മാർ ഉൾപ്പെടെ 166 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഈ കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് 2009 ഒക്ടോബറിൽ അറസ്റ്റിലായ റാണ 168 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നു. ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത് 2012 നവംബർ 21 തൂക്കിലേറ്റിയിരുന്നു. ഏറെക്കാലമായി തഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. റാണയെ വിട്ടുകിട്ടിയാൽ മുംബൈ ഭീകരാക്രമണ കേസിൽ പാക് ചാര സംഘടനയായ ISIയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും.